ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയില്ലാതെ ഒരു കേക്ക് എങ്ങനെ റെഡിയാക്കാം എന്നാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, അതും വളരെ ഈസിയുമാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. ശരിക്കും നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്, അതും നല്ല രുചിയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബേക്കിംഗ് ടിൻ ഒന്ന് കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പറയുന്നുണ്ട് കേക്ക് സൈഡൊക്കെ ഡ്രൈ ആകുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും ഓവറായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കേക്ക് ഡ്രൈ ആവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ സൈഡ് ഭാഗങ്ങളിലൊന്നും തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നില്ല, കാരണം കേക്കിൻ്റെ ആ സൈഡൊക്കെ അങ്ങ് ഡ്രൈ ആകുന്നു. അപ്പോൾ നമുക്ക് സൈഡിലൊന്നും ഈ ഒരു ബട്ടർ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഫ്ലോർ. നമ്മളിപ്പോൾ മൈദ വെച്ചിട്ടാണ് ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ മൈദ തന്നെ എടുക്കുക, മൈദ കുറച്ച് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഈ സൈഡ് ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റീമോൾഡാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനുള്ളിലെ ബാക്കി മാവൊക്കെ ഇതുപോലെ ഒന്ന് തട്ടിക്കളയുക, കംപ്ലീറ്റ് ആയിട്ട് തട്ടിക്കളയുക. ഇതാണ് നമ്മുടെ ബേക്കിംഗ് ടിൻ. നമ്മുടെ ബേക്കിംഗ് ടിൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും അലൂമിനിയത്തിൻ്റെ ചരുവം കാണാതിരിക്കില്ല, ചെറുതൊക്കെ, അതിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്കിത് ഓവനില്ലാതെയും ഓവനിലും ബേക്ക് ചെയ്ത് എടുക്കാം. ഓവനില്ലാതെ ഒരുപാട് റെസിപ്പീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് കേക്കിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അപ്പം എപ്പോഴും ആ ഒരു കാണിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും. അതാണ് ഞാൻ ഇപ്പം വ്യക്തമായിട്ട് കാണിക്കാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇഡലി കുട്ടകത്തിൽ ബേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേക്കിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണുക. അപ്പോൾ നമുക്ക് ഈ മുട്ടയില്ലാത്ത കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബട്ടറിന് പകരം തീർച്ചയായും നെയ്യ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അപ്പം ഈ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. ആദ്യം നമുക്ക് ഈ 3 ടേബിൾ സ്പൂൺ ബട്ടറിനെ ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കാം. എന്നിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബട്ടർ ആണെങ്കിലും ശരി ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യം ഈ ഒരു കേക്കിന് ഇല്ല. ഞാൻ ഇലക്ട്രിക് ബീറ്റർ എടുത്തു എന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെയും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായത്തോടെ ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒരു വിസ്കോ എന്തെങ്കിലും എടുത്താൽ മതി. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അടിച്ചാൽ മതി. ഓവറായിട്ട് അടിക്കേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. ഇനി നമുക്ക് മുഴുവൻ പഞ്ചസാരപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂണേ ആകെ ബട്ടർ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാം പഞ്ചസാര പൊടിച്ചത് ഇതിലേക്കിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ പഞ്ചസാരപ്പൊടിയും ഇതിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബട്ടർ മിൽക്കാണ്. അതായത് നിങ്ങൾ 1/2 കപ്പ് പാലെടുക്കുക. 1/2 കപ്പ്. ആ 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് തൈര് അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് തന്നെയാണ് ബട്ടർ മിൽക്ക്. നിങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്യുക. വിനാഗിരിക്ക് പകരം കേട് തന്നെ ചേർത്തൊന്ന് ചെയ്യുക. എന്നാലേ നല്ലൊരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ബട്ടർ മിൽക്ക് കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ബട്ടർ മിൽക്കും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും ഞാനൊന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടി.
ഞാനിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ശരിക്കും ഈ ഒരു പാൽപ്പൊടിയാണ് നമ്മുടെ ആ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് പാൽപ്പൊടി വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു അരിപ്പയുടെ സഹായത്തോടെ ഇനിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ എടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടാൻ ഞാൻ മറന്നു, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൈദ, 1 കപ്പ് മൈദ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൈദ നിങ്ങൾ അളന്നെടുക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ച് ഈ കപ്പിലേക്ക് കോരി ഇടുക. എന്നിട്ട് ആ മുകൾ ഭാഗം മൊത്തം വടിച്ച് കളയുക. ഇതാണ് 1 കപ്പ് അളവ്. നിങ്ങൾക്ക് ഈ കപ്പളവില്ലെങ്കിൽ തീർച്ചയായും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനായിരിക്കണം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഓവറായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്താൽ നിങ്ങൾക്ക് കേക്ക് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക. ഇനി ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മാത്രമേ സോഡാപ്പൊടി ചേർത്തിട്ടുള്ളൂ. 1 കപ്പ് മൈദയ്ക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കണക്ക്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത് അങ്ങനെയാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കരുത്, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഞാൻ അരിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ബേക്കറി ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കറിയിൽ ഫ്ലേവേഴ്സൊക്കെ വാനില എസൻസ്, മിൽക്ക് എസൻസ്, ബട്ടർ എസൻസ് എന്നിവയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എസൻസ് കാണണം എന്നില്ല. അപ്പോൾ ഞാൻ വാനില എസൻസ് 1/2 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി മിൽക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 തുള്ളി ബട്ടർ എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ 2 എസൻസും കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുക. അപ്പോൾ ബേക്കറി ഫ്ലേവേഴ്സിലാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. ഞാൻ ഒരുപാട് കേക്കിലൊന്നും ചേർക്കാറില്ല, കാരണം എല്ലാവരുടെ കയ്യിലും ഈ ഇൻഗ്രീഡിയൻസ് കാണണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചിലതിനൊക്കെ ചേർക്കാറുള്ളൂ. ഈ കേക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില പൗഡർ കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഓവർ മിക്സിങ് പാടില്ല, ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരേ വശത്തേക്ക്. അതായത് ക്ലോക്ക് വൈസ് എന്നാണ് ഈ ഒരു സ്റ്റെപ്പിന് പറയുക. ഒരേ വശത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക. അത് കണക്ക് തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, മെല്ലെ വേണം മിക്സ് ചെയ്യാൻ. നന്നായിട്ട് എല്ലാം ഒരേപോലെ യോജിച്ചു എന്ന് കാണുമ്പോൾ പിന്നെ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി. ഇനി ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തം ചേർത്തത് ആദ്യം 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്തു. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി അധികമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇല്ലാതെയും നമുക്ക് നല്ല രുചികരമായ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്വാദിഷ്ടമായ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അളവാണ്, ഒരു ചെറിയ ബേക്കിംഗ് ടിന്ന് മതിയാവും. ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ ഒക്കെ ഉള്ളൊരു കേക്ക് ടിന്നിൻ്റെ അളവ് മതിയാവും. ഇനി നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ എത്തുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത്, ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓവനില്ലാതെയും ഓവനിലും ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ OTGയിൽ ബേക്ക് ചെയ്യുന്ന അളവ് പറയാം. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള ഓവനിൽ ഒരു 40-45 മിനിറ്റാണ് OTG ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇഡലിക്കുട്ടത്തിൽ ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം 5 മിനിറ്റ് ചൂടാക്കിയിടുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്യാം.
അപ്പം ഞാൻ കുറച്ച് ചെറീസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 35 മിനിറ്റ് ആദ്യം ഒന്ന് നോക്കട്ടെ. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് കൂടി വെക്കുക. പിന്നെ കേക്ക് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 35 മിനിറ്റ് ആണെങ്കിൽ 35 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. കുത്തിയിട്ട് അത് മുകളിലേക്ക് വലിക്കുമ്പോൾ അതിനകത്ത് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ എന്തായാലും എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡിയായി നന്നായിട്ട് തണുത്ത കേക്കാണിത്. അതായത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കൂളായിട്ടുള്ളൊരു കേക്കാണ്. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇതുപോലെ എടുക്കാൻ പാടുള്ളൂ. തണുത്ത കേക്ക് മാത്രമേ നമുക്കിതുപോലെ റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പകുതിയും ആ കേക്ക് ടിന്നിനുള്ളിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് കേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. അപ്പോൾ ഞാനിനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും നല്ല വാസനയാണ് വരുന്നത്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ബേക്കറി ഫ്ലേവേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലേവർ ഇല്ലെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായും വാനില എസൻസ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല സ്പഞ്ചായിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഒരു അംഗമാവുക. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെൽ ഐക്കൺ കൂടി കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.